നമസ്തേ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ഓം. നമ്മളിന്ന് 10ാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. ശ്ലോകം ആദ്യം നോക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം സ്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. വാക്കുകളുടെ അർത്ഥം നോക്കാം. അപര്യാപ്തം അപരിമിതമാണ്, അപരിമിതം. അസ്മാകം നമ്മുടെ, ബലം സൈന്യം, നമ്മുടെ സൈന്യം. ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പര്യാപ്തം പരിമിതം, പര്യാപ്തം. ഏതേഷാം ഇവരുടെ, ഇതം ബലം തു ഈ സൈന്യമാകട്ടെ, ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെട്ടത്. നമുക്കൊന്നൊരു ശ്ലോകം നോക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം സ്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരാൽ അഭിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ സൈന്യം അപരിമിതമാണെങ്കിലും അപര്യാപ്തവും, ഭീമൻ രക്ഷിക്കുന്ന ഇവരുടെ സൈന്യം പരിമിതമാണെങ്കിലും പര്യാപ്തവുമാണ്. നമ്മുടെ സൈന്യം വലുതാണ്, അപരിമിതമാണ്. പക്ഷേ ആ ഭീമനോട് എതിർക്കാൻ, പാണ്ഡവരോട് എതിർക്കാൻ പര്യാപ്തമായ പരിമിതമായ പാണ്ഡവ സൈന്യത്തോട് എതിർക്കാൻ അപര്യാപ്തമാണ് എന്ന തിരിച്ചറിവാണ് ദുര്യോധനൻ ഇവിടെ പ്രകടമാക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവരുടെ സൈന്യം, പാണ്ഡവരുടെ സൈന്യം പരിമിതമാണ്, ചെറുതാണ്, എങ്കിലും അത് പര്യാപ്തവുമാണ്. നമ്മളെ ജയിക്കാൻ അത് പര്യാപ്തവുമാണ്. ഇവിടെ ദുര്യോധനൻ്റെ ഉള്ളിലെ ആ ഭയമാണ് കാണിക്കുന്നത്. നമ്മുടെ സൈന്യം, നമ്മൾ വലുതാണ്, എല്ലാവരുമുണ്ട്, എങ്കിൽ കൂടിയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പുറത്ത് അണിനിരന്നിരിക്കുന്നവർ എണ്ണത്തിൽ കുറവാണെങ്കിലും മഹാരഥന്മാരാണ്. മഹാരഥന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞു. അതൊന്ന് ആചാര്യരെ ഓർമ്മിപ്പിക്കുകയാണ് ദുര്യോധനൻ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ സൈന്യത്തെ രക്ഷിക്കുന്നത് നിസാരക്കാരനല്ല, ഭീഷ്മരാണ്. നമ്മൾ പറഞ്ഞു, ഭീഷ്മരെന്ന് കേട്ടാൽ തന്നെ എല്ലാവരും വിറയ്ക്കും. ആ കാലഘട്ടത്തിലുള്ള അത്രയ്ക്കും ഭയം ജനിപ്പിക്കുന്ന ഒരു പേര് പോലുമായിരുന്നു ഭീഷ്മരുടേത്. അത്രയും ബലശാലിയായ, അറിവിൻ്റെ കാര്യത്തിലും എല്ലാം ബലവാനായ ഭീഷ്മരാണ്. ഭീഷ്മരുടെ ബലത്തിൽ ദുര്യോധനന് ഒട്ടുമേ സംശയമുണ്ടായിട്ടല്ല ഗുരുവിനോട് പറയുന്നത്. എങ്കിലും എന്ന് പറയുമ്പോൾ ദുര്യോധനൻ്റെ ഉള്ളിലുള്ള ആ പേടിയെയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും പറഞ്ഞു ദുര്യോധനനോട്, വ്യാസമഹർഷി നേരിട്ട് വന്ന് സംസാരിച്ചു യുദ്ധം ഒഴിവാക്കാൻ.
ഇപ്പോൾ യുദ്ധത്തിൽ ഈ ഇരു സൈന്യങ്ങളുടെ ഇടയിൽ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ ഈ യുദ്ധം ഒഴിവാക്കാൻ ഏറ്റവും അധികം രണ്ട് വിഭാഗക്കാരുടെ ഇടയിലും പോയി സംസാരിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ വഴികളും നോക്കിയതാണ്. കൃഷ്ണൻ ദൂതിന് പോരുമ്പോൾ ദ്രൗപദി ഓർമ്മിപ്പിക്കുന്നുണ്ട്, അഴിഞ്ഞു കിടക്കുന്ന മുടി മറന്നു പോകരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും കൃഷ്ണൻ തൻ്റെ ദൗത്യം ഏറ്റെടുത്ത് വന്നത് അവരോട് എല്ലാ വിധത്തിലും താഴാവുന്നതിൻ്റെ മാക്സിമം താണു സംസാരിച്ചു, യുദ്ധമൊന്ന് അവോയ്ഡ് ചെയ്യാൻ. കാരണം ഒരു യുദ്ധം എന്ത് ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞാലും യുദ്ധമാണ്, അത് നാശമേ ഉണ്ടാക്കൂ എന്ന് കൃഷ്ണൻ അറിയാം. പാണ്ഡവർക്ക് 5 രാജ്യം കൊടുക്കാൻ ആവശ്യപ്പെട്ടു, അതും ചെയ്യില്ല. 5 പേർക്കും കൂടെ 1 രാജ്യമെങ്കിലും കൊടുക്കൂ, അതും ചെയ്യില്ല. 5 വീടെങ്കിലും കൊടുക്കൂ, അതും ചെയ്യില്ല. എല്ലാവർക്കും കൂടെ 1 വീടെങ്കിലും കൊടുക്കൂ എന്ന് പറഞ്ഞപ്പം അങ്ങനെ താണ് കൃഷ്ണൻ സംസാരിച്ചു യുദ്ധം ഒഴിവാക്കാൻ. എന്നിട്ട് പറഞ്ഞു, അപ്പോഴോ ദുര്യോധനൻ പറഞ്ഞത്, സൂചി കുത്താനിടം കൊടുക്കില്ല പാണ്ഡവർക്കെന്നാണ് ദുര്യോധനൻ്റെ ഉള്ളിലെ പക. എന്നിട്ടും ഗാന്ധാരി ഉൾപ്പെടെ കൃഷ്ണനോട് ചോദിക്കുന്നു, കൃഷ്ണ മതിയായില്ലേ, എല്ലാവരെയും കൊല്ലിച്ചിട്ട് നിനക്ക് മതിയായില്ലേ എന്ന്. എന്നിട്ട് അവസാന നിമിഷം യുദ്ധക്കളത്തിൽ വെച്ച് ഇവിടെ വെച്ച് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും പറയും ഈ ഗീത യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമാണെന്ന്. അത് അർജുനന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. യുദ്ധം ചെയ്യാൻ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. യുദ്ധം ചെയ്യാൻ അർജുനനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇത്രയും ആത്മീയ അവനവനെ അറിയാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ഈ അവസാന നിമിഷമെങ്കിലും അർജുനന് തിരിച്ചറിവുണ്ടായാലെങ്കിലും യുദ്ധം അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ ഓരോ കർമ്മങ്ങളിലും നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ആ ചൈതന്യം ഒരിക്കലും വിനാശത്തിലേക്ക് നമ്മളെ നയിക്കില്ല. അതിനെ മറികടന്ന് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ വലിയ യുദ്ധം പോലെയുള്ള വിനാശത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞു, വ്യാസ മഹർഷിയുടെ പുത്രനാണ് ധൃതരാഷ്ട്രോട് പല രീതിയിൽ വന്ന് പറയുന്നുണ്ട്, എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. പുത്രസ്നേഹത്തിൻ്റെ പേരിൽ രാജ്യം ഇങ്ങനെ നശിച്ചു പോകുമെന്നുള്ള ഉപദേശം എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അറിവുള്ള വ്യാസ മഹർഷിയുടെ കുടുംബത്തിൽ നടക്കുന്നത് ഇതാണ്. അപ്പോൾ പിന്നെ നമുക്ക് പറയാൻ ഒരു വ്യക്തിയെ മാറ്റിമറിക്കാൻ അവനവനല്ലാതെ വേറെ ബാഹ്യമായ ഒന്നിനുമാവില്ല എന്ന് കാണിച്ചു തരുന്നതാണ് ഈ മഹാഭാരതം. നമ്മുടെ കർമ്മത്തിൽ ഈശ്വരനെ പഴിച്ചിട്ട് കാര്യമില്ല എന്ന് കാണിച്ചു തരുന്നതാണ് ഈ രംഗങ്ങൾ. നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമാക്കാൻ നമ്മൾ മാത്രം ശ്രമിച്ചാലേ പറ്റൂ. ഗാന്ധാരിയും മോൻ അനുഗ്രഹം വാങ്ങാൻ വരുമ്പം ദുര്യോധനൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വരുമ്പോൾ ഗാന്ധാരി പറയുന്നുണ്ട്, ധർമ്മം എവിടെയോ അവിടെ ജയം. പതിവ്രതാരത്നമായ ആ സ്ത്രീക്ക് അറിയാമായിരുന്നു ധർമ്മം തൻ്റെ മകൻ്റെ കയ്യിലല്ല എന്ന്. കുന്തിദേവി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് വിഷമതകളും അനുഭവിച്ചു. ധർമ്മരാജനിലുണ്ടായ പുത്രനാണ് ധർമ്മപുത്രർ ധർമ്മം ആണോ ചെയ്തത്? ഒരു രാജാവിന് നിഷിദ്ധമാണ് ചൂതുകളിയിൽ അഡിക്റ്റായിപ്പോയ ധർമ്മപുത്രർ ആ അമ്മ വളർത്തിയതിൻ്റെ ദോഷമാണോ? നമ്മളൊക്കെ കുട്ടികൾ, നമ്മുടെ പാത ഒരു പരിധിവരെ മറ്റുള്ളവർക്കെല്ലാം നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. നമുക്ക് പറഞ്ഞു തരാൻ മറ്റുള്ളവർക്ക് പറ്റും. അതും നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ. വലിയ നിങ്ങളൊരു നിങ്ങളുടേതായ വ്യക്തിത്വ രൂപീകരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് നിങ്ങളുടെ പാത തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി
മുന്നോട്ട് വയ്ക്കണം എന്ന് കാണിച്ചു തരുന്നതാണ് ഓരോ സന്ദർഭങ്ങളും. സ്വന്തം ഭാര്യയും അനുജന്മാരെയും ഒക്കെ പണയം വെച്ച് ചൂത് കളിച്ചത് ധർമ്മമാണോ? ധർമ്മപുത്രരാണ്. ചെയ്തത് ധർമ്മമാണോ? നമ്മൾ ഓർക്കണം, ഇത് വ്യാസമഹർഷി കാണിച്ചു തരികയാണ്. ഒരു വലിയ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കാട്ടിത്തരികയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് പഠിക്കുന്നതിനേക്കാൾ നമ്മളുടെ ചുറ്റുപാടുമുള്ളത് കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാതകൾ ശ്രദ്ധയോട് മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് കഴിയും. അല്ല, ഞാൻ അങ്ങനെയൊന്നും പഠിക്കില്ല, എൻ്റെ അനുഭവത്തിൽ വന്നിട്ടേ പഠിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ഈശ്വരനെ പഠിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ ദുര്യോധനൻ്റെ ഉള്ളിലെ പേടി ദുര്യോധനൻ അറിയാം. നിസാരക്കാരല്ല തൻ്റെ എതിരാളികൾ. ഭീമനെ ജയിക്കുക എളുപ്പമല്ല. ആ ഭീമൻ നയിക്കുന്ന ആ ഭീമനുള്ള പാണ്ഡവ സൈന്യം അത് പരിമിതമാണെങ്കിലും പര്യാപ്തമാണ് എന്ന് ദുര്യോധനൻ ഇവിടെ സ്വന്തം ആചാര്യനോട്, ഭീമനെയും ദുര്യോധനനെയും ഒക്കെ ഒരുമിച്ച് പഠിപ്പിച്ച ആചാര്യനോട് തന്നെ പറയുകയാണ്. ഒരു കൺഫഷൻ പോലെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. ഇല്ലെങ്കിൽ ഉള്ളിലെ പേടിയിൽ നിന്നു പേടി എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവുമാണ്. അതായത് യുദ്ധം ഇത്രയും പേടിയുള്ളപ്പോൾ യുദ്ധം പാതി തോറ്റു എന്നുള്ളതാണ്. ആകെയുള്ള രക്ഷ ഭീഷ്മരാണ്. ആ ഭീഷ്മര് പോലുമുള്ള ഈ സൈന്യം ഇത് പരിമിതമാണെന്ന് തിരിച്ചറിയുകയാണ് ദുര്യോധനൻ അവിടെ. നമ്മളും ഓർക്കണം, നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ എതിര് നമ്മൾ എത്ര ഇപ്പോൾ പഠിച്ച ഒരു പരീക്ഷയ്ക്ക് ഇല്ലെങ്കിൽ വേറെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, എന്തിനു പോകുമ്പോഴും എതിരാളികളും വലുതാണ് എന്ന് നമ്മളവിടെ പോയി നമുക്കെതിരെ ഇരിക്കുന്ന ആൾക്കാർ കണ്ട് നമ്മൾ ഭയന്നു പോയാൽ നമ്മൾ പകുതി തോറ്റുപോയി. നമുക്കറിയാവുന്നതും കൂടെ പോകും. പലർക്കും പറ്റുന്നത് അവിടെയാണ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ആ കോൺഫിഡൻസ് ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ പകുതി തോറ്റതിന് തുല്യമാകുകയാണ്. പേടിയാണ്. അതുകൊണ്ട് ആ പേടി നമ്മൾ മാറ്റിയെടുക്കണം. എന്തിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ആ ഇപ്പോൾ ഒരു സദസ്സിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പം, ഒരു പ്രസംഗം പറയാൻ ഒരു സദസ്സിലേക്ക് കയറി, ഇല്ല ഒരു പാട്ട് പാടാൻ സദസ്സിലേക്ക് കയറി, വലിയ സദസ്സ്, ഇത്രയും ആൾക്കാരുടെ മുന്നിലാണോ ഞാൻ പാടേണ്ടത്? ഒരു വലിയ ആൾക്കാരല്ലേ, വലിയ ആൾക്കാരല്ലേ എന്നൊന്ന് ഓർത്തുപോയാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ശരിക്കും പാടാൻ പറ്റില്ല. അതേസമയം നമ്മൾ അവിടോട്ട് കയറി ആ വലിയ സദസ്സിനെ ഒന്നും കാണാതെ നമ്മളിലുള്ള ആ സിദ്ധിയെ മാത്രം മനസ്സിലോർത്ത് അതിൽ മാത്രം ശ്രദ്ധിച്ച് ആ സദസ്സിനെ ഒന്നും ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ശ്രദ്ധ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവന്ന് നമ്മളത് പെർഫോം ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതല്ലേ? അതൊക്കെ ഈ ശ്ലോകം നമുക്ക് കാട്ടിത്തരുന്ന ഒരു വലിയ പാഠമാണ്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഓരോ ചുവടിനും നമ്മുടെ ഓരോ അനുഭവങ്ങൾക്കും നമ്മൾ വേറെ ഒന്നിനെയും കുറ്റം പറഞ്ഞിട്ടോ കഴിച്ചിട്ടോ കാര്യമില്ല. ഇത്രയും വലിയ അറിവും ഒക്കെയുള്ള ജ്ഞാനിയുടെ പുത്രന്മാരാണിവരെ. പരസ്പരം തല്ലി തകരുന്നത്. ഇത്രയും വലിയ അറിവുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. ഇത്രയും വലിയ അറിവുള്ള ആചാര്യൻ്റെ ശിഷ്യന്മാരാണ്. എല്ലാം ഉണ്ടായിട്ടും ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് വന്ന് കലാശിക്കുന്ന കാട്ടിത്തരുകയാണ് വ്യാസമഹർഷി. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ചു. നമ്മൾ എത്ര കർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നയിക്കണമെന്നുള്ളതാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഭീഷ്മരെന്ന് കേട്ടാൽ തന്നെ എല്ലാവരും ഞെട്ടിവിറയ്ക്കും. അത്രയും ബലവാനാണ് ഭീഷ്മർ. എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടു. ഭീഷ്മരെക്കുറിച്ച് കണ്ടു. ഭീഷ്മർ ശപഥം ചെയ്തതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. പിന്നീട് കുട്ടികളുണ്ടാകാതിരുന്ന് വ്യാസമഹർഷിയിൽ 3 കുട്ടികളുണ്ടായി.
വംശം നിലനിർത്താൻ ധൃതരാഷ്ട്ര അന്ധനായിരുന്നു. പാണ്ഡു, പിന്നെ വിതുരർ. അപ്പോൾ ആരാണ് ഇനി അടുത്ത രാജ്യാവകാശി? അന്ധന് രാജ്യം കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ പാണ്ഡുവിന് രാജ്യം നൽകി. മൂത്ത പുത്രനായ ധൃതരാഷ്ട്രയെ മാറ്റി നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ പുത്രനായ പാണ്ഡുവിനെ രാജാവായി, യുവരാജാവായി വാഴിച്ചു. പാണ്ഡുവിനെ രാജാവാക്കി. ഇവരുടെ എല്ലാം സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് ഭീഷ്മർ അന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു, ഹസ്തിനപുരത്തെ സംരക്ഷിച്ചുകൊണ്ട്. ധൃതരാഷ്ട്ര ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. ധൃതരാഷ്ട്ര അന്ധനാണെന്നറിഞ്ഞപ്പോൾ തന്നെ ഗാന്ധാരിയും പാതിവൃത്യം അവലംബിച്ച് സ്വന്തം കണ്ണ് ഭർത്താവിന് വേണ്ടാത്ത കാഴ്ച എനിക്കും വേണ്ടാന്ന് പറഞ്ഞ് സ്വയം അന്ധത്വം സ്വീകരിച്ചു. പാണ്ഡു വിവാഹം കഴിച്ചത് കുന്തിയെയും മാദ്രിയെയുമാണ്. പാണ്ഡു നായാട്ടിന് പോകുമ്പോൾ ഒരു ശാപം കിട്ടുന്നു. അവിടെ നിന്ന് ഭാര്യാസ്പർശമേക്കാൻ പാടില്ല, എന്ന നിമിഷം മരിക്കും എന്നുള്ള ശാപം കിട്ടുന്നു. അവിടെ നിന്ന് പിന്നെ രാജ്യത്തിൽ ആ ഒരു വിഷമത്തിൽ രാജ്യം ഒക്കെ മൂത്ത ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയെ ഏൽപ്പിച്ചിട്ട് പാണ്ഡു വനത്തിലേക്ക് പോകുന്നു. കൂടെ കുന്തിയും മാദ്രിയും പോകുന്നു. അപ്പോഴും പാരമ്പര്യം നിലനിൽക്കില്ലല്ലോ എന്നോർത്ത് അതീവ ദുഃഖിതനായിട്ട് അപ്പോൾ കുന്തി തനിക്ക് കിട്ടിയ വരത്തെക്കുറിച്ച് പാണ്ഡുവിനോട് പറയുന്നു. പാണ്ഡു ആ വരത്തിലൂടെ സന്താനലബ്ധി നേടാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കുന്തി ഒരു വരം മാദ്രിക്കും നൽകി. 3 വരം 5 വരമായിരുന്നു ദുർവാസാവ് മഹർഷി നൽകിയത്. അതിൽ 3 വരം കുന്തി, 1 വരം നേരത്തെ പരീക്ഷിച്ചു. 4 വരമുണ്ട് ഇപ്പോൾ കയ്യിൽ. അതിൽ 3 വരം കുന്തി മന്ത്രങ്ങൾ ജപിച്ച് യമധർമ്മനിൽ നിന്ന് യുധിഷ്ഠിരനും വായുദേവനിൽ നിന്ന് ഭീമനെയും ഇന്ദ്രനിൽ നിന്ന് അർജുനനെയും ലഭിച്ചു. അങ്ങനെ 3 കുട്ടികളുണ്ടായി. പിന്നെ 1 വരം മാദ്രിക്ക് കൊടുത്തു. മാദ്രി അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ച് അതിലുണ്ടായ പുത്രന്മാരാണ് നകുലനും സഹദേവനും. അങ്ങനെ ഏകത്വത്തിൽ നിന്നാണ് ഈ 5 കുട്ടികൾ കുന്തിക്കും മാദ്രിക്കുമായിട്ട് ലഭിക്കുന്നത്. എല്ലാ ദേവ ചൈതന്യത്തോടും കൂടിയ കുട്ടികളാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ കുട്ടികൾ അനുഭവിച്ചതുപോലെ മഹാഭാരതത്തിൽ പാണ്ഡവരനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങൾ ആർക്കും രക്ഷിക്കാനായില്ല. അവരുടെ അനുഭവങ്ങളെ ആർക്കും അത് സ്വർഗതുല്യമാക്കി കൊടുക്കാനൊന്നും ഒരു ദേവന്മാർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവിടെ ഹസ്തിനപുരത്തിൽ കുന്തിക്ക് കുട്ടികളുണ്ടായ വിവരങ്ങൾ ഇവരറിഞ്ഞു. ഗാന്ധാരി അപ്പോൾ കുട്ടികളുണ്ടാകാത്തതിൽ വിഷമിച്ച് പിന്നീട് പ്രസവിക്കുന്നത് ഒരു മാംസപിണ്ഡമാണ് പ്രസവിച്ചത്, അതായത് പൂർത്തിയാവാതെ. അത് വ്യാസമഹർഷിയെ വീണ്ടും വിളിച്ചു വരുത്തി. വ്യാസമഹർഷിയെ വന്നു. വ്യാസമഹർഷി മാംസപിണ്ഡത്തെ 100 കുടങ്ങളിലാക്കി വെച്ചിട്ട് അങ്ങനെ ഗാന്ധാരിക്ക് അപ്പോൾ 100 പുത്രന്മാരുണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹ സാഫല്യത്തിനായിട്ട് 100 കുടങ്ങളിലാക്കി ഈ മാംസങ്ങളൊക്കെ നിക്ഷേപിച്ച് പിന്നെ ശേഷിച്ചതെല്ലാം കൂടെ ചേർത്തൊരു 101ാമത്തെ കുടത്തിലും നിക്ഷേപിച്ച് അങ്ങനെ 100 പുത്രന്മാരും 1 പുത്രിയും ആണ് കൗരവർ. അവരാണ് കൗരവർ. ധൃതരാഷ്ട്രയുടെ പുത്രന്മാരാണ് കൗരവർ. ഇതുപോലെ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് കുന്തിയുടെയും മാദ്രിയുടെയും പുത്രന്മാരാണ് പാണ്ഡവർ. അങ്ങനെ പിന്നീട് പാണ്ഡു പിന്നെ വനത്തിൽ വെച്ച് മാദ്രിയെ സ്പർശിച്ചതിൻ്റെ പേരിൽ പാണ്ഡു മരണപ്പെടുന്നു. പാണ്ഡുവിൻ്റെ മരണത്തിന് കാരണക്കാരി താനാണല്ലോ എന്നുള്ള കുറ്റബോധത്താൽ മാദ്രിയും ചിതയിൽ ചാടി മരിക്കുന്നു. പിന്നെ 5 കുട്ടികളും കുന്തിയോടൊപ്പമായി. കുന്തി അവരെയും കൊണ്ട് വേറെ രക്ഷയൊന്നുമില്ലാതെ തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് വരുന്നു. ഹസ്തിനപുരി സന്തോഷകരമായ ജീവിതമല്ല ആ കുട്ടികൾക്ക് അവിടെ ലഭിച്ചത്. അപ്പോഴേക്കും കൗരവരും പാണ്ഡവരും ഏകദേശം സമപ്രായക്കാരായി തന്നെ വളർന്നു വരികയാണ്. എല്ലാവരും ഹസ്തിനപുരത്തിൽ വളരുന്നു. അവിടെ തന്നെ ഗാന്ധാരിയുടെ സഹോദരനായ ശകുനിയും ഹസ്തിനപുരത്തിലുണ്ട്, ഗാന്ധാരിക്ക് ഒരു സഹായമായിട്ട്. സ്വയം വരിച്ച അന്ധത ഗാന്ധാരിയിലും അന്ധനായ ധൃതരാഷ്ട്രയും പരിചരിക്കാനെന്ന വ്യാജേന ശകുനിയും ഹസ്തിനപുരത്തിലാണ് താമസിക്കുന്നത്. അങ്ങനെ അമ്മാവനായ ശകുനി ഈ കുട്ടികളിൽ പലപ്പോഴായിട്ട് പാണ്ഡവരോടുള്ള പക ഈ കുട്ടികൾ കൗരവരിൽ കുഞ്ഞിലേ തന്നെ വളരുകയാണ്. പ്രത്യേകിച്ച് ദുര്യോധനന് ഭീമനോടാണ് കൂടുതൽ അസൂയ ഉണ്ടായിരുന്നത്. അത് കുഞ്ഞിലെ മുതലേ അവരുടെ കുസൃതികളിലൊക്കെ
തുടങ്ങി വരുന്നുണ്ട്. ഭീമനെ പല വിധത്തിൽ ദ്രോഹിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഹസ്തിനപുരത്തിൽ വളരുന്നു. ആ സമയത്താണ് ദ്രോണാചാര്യർ അവിടെ എത്തുന്നു. ഭീഷ്മാചാര്യർ ദ്രോണരെ ഇവരുടെ ഗുരുവായിട്ട് അംഗീകരിച്ച് കൊണ്ട് ഇവരെ അസ്ത്രവിദ്യ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ എല്ലാവരും ഒരേ ഗുരുവിൻ്റെ കീഴിൽ, ദ്രോണാചാര്യരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്നു. അങ്ങനെ അവർ പഠിച്ചു വളർന്നു. അതിനിടയിൽ ഇവർ ഹസ്തിനപുരത്തിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു കുട്ടി അവിടെ ദ്രോണരെ കാണാൻ എത്തുന്നുണ്ട്. വിദ്യ അഭ്യസിക്കാനായിട്ട് കർണൻ എത്തുന്നു. അപ്പം സൂതപുത്രനെ ഞാൻ ഈ രാജകുമാരന്മാരുടെ കൂടെ വിദ്യ അഭ്യസിപ്പിക്കുകയല്ല എന്നും പറഞ്ഞയക്കുന്നു. കർണൻ പിന്നീട് പരശുരാമനിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്നു. അതും കൂടാതെ ദ്രോണരുടെ അടുക്ക വേറൊരു കുട്ടിയും, ഒരു കാട്ടാളനായ ഒരു കുട്ടി എത്തുന്നുണ്ട്, ഏകലവ്യൻ എന്ന് പറഞ്ഞ്. അവനെയും ദ്രോണർ രാജകുമാരന്മാരോടൊപ്പം നിനക്കും വിദ്യ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. ഇതൊക്കെ കാണിച്ചു തരുന്നത് ദ്രോണർ ഒരു നല്ല ഗുരുവാണോ? എല്ലാ ധനുർവേദത്തിൽ അഗ്രഗണ്യനാണ്. പക്ഷേ ഒരു രാജകൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളിൽ അഭിരമിക്കുമ്പോൾ മറ്റെല്ലാം മറന്നു പോവുകയാണ്, മറ്റുള്ളവരെ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. ആ മനുഷ്യത്വം, എല്ലാവരെയും സമഭാവനയോട് കാണേണ്ട ഒരു ഗുരുവിൻ്റെ കണ്ണവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ദ്രോണർക്ക് ചെയ്യുന്നത്. അതൊക്കെ വ്യാസമഹർഷി നമ്മളെ പഠിപ്പിക്കാനായിട്ട് കാട്ടിത്തരുന്നതാണ്. പിന്നീട് ഈ ഏകലവ്യൻ ദ്രോണരെ തന്നെ ഗുരുവായിട്ട് സ്മരിച്ച് ദ്രോണരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് സ്വയം ആർജിച്ചെടുത്തു വിദ്യ. അതും ഈ ദ്രോണർ സ്വാർത്ഥത കൊണ്ട് തൻ്റെ ശിഷ്യരിൽ അഗ്രഗണ്യൻ അർജുനനായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ഒരിക്കൽ പാണ്ഡവർ നായാട്ടിന് പോയപ്പോൾ അവരുടെ പട്ടിയെ തുന്നിക്കെട്ടിയ പോലെ അസ്ത്രം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പം ഇതാര് ചെയ്താണെന്ന് ചോദിച്ചു. ഞാൻ ദ്രോണരുടെ ശിഷ്യനാണെന്ന് ഏകലവ്യൻ പറഞ്ഞു. അപ്പോൾ ദ്രോണർ ചോദിക്കുന്ന, ശിഷ്യനാണെങ്കിൽ ഗുരുദക്ഷിണ നൽകണ്ടേ? അതിന് പെരുവിരലാണ് ചോദിക്കുന്നത്. ഒരു അസ്ത്രം ചെയ്യുന്ന അസ്ത്രാഭ്യാസിക്ക് ഏറ്റവും അത്യാവശ്യമായ കയ്യിലെ പെരുവിരലാണ്. ദ്രോണർ ഒരു കാരണവും കൂടാതെ ഒന്ന് പഠിപ്പിക്കുക പോലും ചെയ്യാതെ ഗുരുദക്ഷിണയായിട്ട് ചോദിക്കുന്നതും ഏകലവ്യൻ അത് നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഗുരുക്കന്മാർ എങ്ങനെ ആയിരിക്കരുത് എന്നും നമുക്ക് കാണിച്ചു തരുന്നു. എന്നിട്ട് പിന്നെ ഇവരുടെ എല്ലാം അരങ്ങേറ്റമാകുന്നു. അരങ്ങേറ്റ സമയത്ത് എല്ലാവരും അർജുനൻ്റെ അസ്ത്രാഭ്യാസമെല്ലാം കണ്ട് അർജുനനെ എല്ലാവരും പുകഴ്ത്തുന്ന സമയത്ത് ഈ കർണൻ കയറി വരുന്നുണ്ട്. ഒന്നുമല്ല, ഞാൻ കാട്ടിത്തരാം, ഇതിനേക്കാൾ നല്ല അസ്ത്രവിദ്യകൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കടന്നു വരുമ്പം അപ്പോൾ കൃപാചാര്യർ അവിടെ ഇരുന്ന് ചോദിക്കും, നിൻ്റെ കുലമേത്, നിൻ്റെ ഗോത്രമേത് എന്നൊക്കെ ചോദിച്ച് അപമാനിക്കുന്നതും. അപ്പോൾ ആ കുട്ടിയുടെ കവചകുണ്ടലങ്ങൾ കണ്ടപ്പോൾ കുന്തിക്ക് മനസ്സിലായി എൻ്റെ പുത്രൻ തന്നെയാണ് എന്ന് കുന്തി തിരിച്ചറിയുന്നതും കുന്തി അവിടെ ബോധരഹിതയായി വീഴുന്നു. എല്ലാവരും വിചാരിച്ചു ഇത് അർജുനനെ തോൽപ്പിക്കാൻ വന്നതിൻ്റെ ഒരു സങ്കടം കൊണ്ടാണെന്ന്. പക്ഷേ ഇത് ഭീഷ്മർക്കറിയാമായിരുന്നു. കർണനെ കണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുന്ന നിസ്സഹായ അവസ്ഥയാണ്. തൻ്റെ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒന്ന് അംഗീകരിക്കാൻ പോലും ആവാത്ത നിസ്സഹായ അവസ്ഥയായ ഒരമ്മയുടെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ എത്ര ശ്രദ്ധയോടെ മുന്നോട്ട് വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എവിടെല്ലാം ഇതുപോലുള്ള നമ്മൾക്ക് പോലും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത പോലുള്ള പല ബുദ്ധിമുട്ടുകളിലും നമ്മൾ ചെന്നപ്പെടും എന്ന് കാണിച്ചു തരുന്ന പല രംഗങ്ങളാണിത്. ദുര്യോധനൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഒരു യോദ്ധാവിനെ അവൻ്റെ കുലവും മഹിമയും ഒക്കെ പറഞ്ഞ് നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കേണ്ട, അവനെ ഞാൻ അംഗരാജാവായി വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹസ്തിനപുരത്തിൻ്റെ ഒരു ചെറിയ രാജ്യത്തിൻ്റെ അവകാശം കർണന് കൊടുത്ത് കർണനെ അംഗരാജാവായി വാഴിച്ച് ഇന്നു മുതൽ ഇവൻ എൻ്റെ സുഹൃത്താണെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചു. ദുര്യോധനൻ ഒരേ സമയം തന്നെ ദുര്യോധനൻ്റെ വ്യാസമഹർഷി കാട്ടിത്തരുന്ന ദുര്യോധനൻ്റെ വേറൊരു പേരാണ് സുയോധനൻ. വ്യാസനൊക്കെ വിളിക്കുന്ന സുയോധന എന്നാണ്. ആ ദുര്യോധനൻ്റെ ആ ഒരു നല്ല വശവും കൂടെയാണ് ഒരു സുഹൃത്തിനെ, ആത്മാർത്ഥ സുഹൃത്തിനെ എന്നും അവരുടെ മഹിമ കുലവും ഗോത്രവും ഒന്നും നോക്കാതെ ചേർത്ത് പിടിച്ച ആ മനസ്സും
ഇവിടെ കാട്ടിത്തരുന്നുണ്ട്. പിന്നെ ആരെയും അനുസരിക്കാത്ത ആ ഭാവം അത് വിനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കഥകൾ. നമ്മളിപ്പോൾ ഓരോ കഥാപാത്രത്തെ വിലയിരുത്തുമ്പോൾ അവർ പൂർണ്ണമായിട്ടും എല്ലാ തിന്മകളുടെ ഉറവിടങ്ങളെന്ന് മനസ്സിലാക്കിയല്ല, നമ്മൾ തന്നെയാണ് ഓരോ കഥാപാത്രവും. നമ്മളിലുള്ള നന്മ തിന്മകൾ എത്രത്തോളമാണ് ഓരോ കഥാപാത്രങ്ങളിലും ഉള്ള നന്മയും തിന്മയും എല്ലാം അത് നമ്മളാണെന്ന് തിരിച്ചറിയാനുള്ള പാഠമാണ് ഈ മഹാഭാരതം. പിന്നീട് ഭീമനും ദുര്യോധനനും തമ്മിൽ ഗദായുദ്ധം ഉണ്ടായി. അത് ഏകദേശം ഒരു യുദ്ധസമാനമായി തീർന്നപ്പോൾ പിന്നെ ദ്രോണരും അശ്വത്ഥാമാവും എല്ലാം ഇടപെട്ട് അത് ശാന്തമാക്കി. അവിടെ തന്നെ ഇത് അരങ്ങേറിയത്, ഇവരുടെ അരങ്ങേറ്റം നടന്നത് കുരുക്ഷേത്ര ഭൂമിയായിരുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. അന്നേ ആ യുദ്ധഭൂമിയായി അതവിടെ മാറിയായിരുന്നു. അതെല്ലാം പിന്നീട് ശാന്തമായി. യുധിഷ്ഠിരൻ മൂത്തപുത്രനായിരുന്നുകൊണ്ട് അവർക്ക് വാരണാവതം എന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം പണിതു കൊടുക്കാനായിട്ട് ധൃതരാഷ്ട്ര തീരുമാനിക്കുന്നു. അവരെ അങ്ങോട്ട് മാറ്റാനെല്ലാം ഉള്ള ഏർപ്പാടുകൾ ചെയ്തു. ആ വാരണാവതത്തിൽ ദുര്യോധനനും ശകുനിയും കൂടി ആരും അറിയാതെ അരക്കുകൾ ചേർത്ത്, വിരോചനനെ കൊണ്ട് ഒരു അരക്ക് ചേർത്ത് പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ആ കൊട്ടാരം ഉണ്ടാക്കിച്ചു. എന്നിട്ട് ഇവരെ പാണ്ഡവരെ അങ്ങോട്ടേക്ക് വിട്ടു. അവരുടെ അവിടെ ചെന്ന് താമസിക്കുന്ന ദിവസം തന്നെ അതിന് തീ കൊളുത്താനുള്ള ഏർപ്പാടുകളും എല്ലാം ചെയ്തു. ഇത് അറിഞ്ഞ വിതുരര് വിദഗ്ധനായ ഒരു തുരങ്ക പണിക്കാരനെ കൊണ്ട് തുരങ്കമുണ്ടാക്കി പാണ്ഡവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്. ആ പാണ്ഡവരതിന് തീയിട്ടിട്ട് അവിടെ നിന്ന് തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്നു. അവരങ്ങനെ ഒരു ഗ്രാമത്തിലെത്തി. കാട്ടിലും പിന്നീട് പലയിടത്തും സഞ്ചരിച്ച് അവർ ബഗൻ എന്ന് പറയുന്ന ഒരു അസുരനെ, ഒരു ഗ്രാമത്തിനെ മുഴുവനും ആൾക്കാരെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന, ഇല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ബഗാസുരനെ ഭീമൻ വധിക്കുന്നതും. അത് കഴിഞ്ഞാണ് അർജുനൻ ഇങ്ങനെ ദ്രൗപദിയുടെ വിവാഹം, സ്വയംവരം നടക്കുന്നു എന്നുള്ള കേട്ട് അവിടെ എത്തി. വാരണാവതത്തിൽ ആ അരക്കില്ലത്തിൽപ്പെട്ട് പാണ്ഡവർ മരിച്ചുപോയി എന്ന് വിചാരിച്ച് എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ദ്രൗപദിയുടെ കല്യാണത്തിന് ഇവരെല്ലാം പങ്കുചേർന്നു. കൗരവരെല്ലാം വന്നു. അവിടെ വെച്ച് ആർക്കുമേ ഈ അമ്പെടുത്ത് വില്ല് കുലയ്ക്കാൻ സാധിച്ചില്ല. പക്ഷെ കർണൻ അത് ചെയ്തു. കർണൻ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദ്രൗപദി പറഞ്ഞു, സൂതപുത്രനെ എനിക്ക് വേണ്ട. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കർണൻ അപമാനിതനാകുകയായിരുന്നു. അവിടെ കർണൻ്റെ മനസ്സിലപ്പോൾ പക ഉണ്ടാകുകയാണ്. ദ്രൗപദിയോടും പകയാണ് ഉണ്ടാകുന്നത്. ഇവിടെ എല്ലാം യുദ്ധം നേരത്തെ തന്നെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇതെല്ലാം ഓരോ കാരണങ്ങൾ കൊണ്ട് യുദ്ധം അനിവാര്യമായി മാറുകയായിരുന്നു. പിന്നീടാണ് അർജുനൻ വന്ന് അമ്പെയ്ത് ദ്രൗപദിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നതും. അവിടെ എത്തിയപ്പോൾ കുന്തിദേവി കിട്ടുന്നതെന്തും നിങ്ങളെല്ലാവരും കൂടെ പങ്കിട്ടെടുക്കണമെന്ന് പറഞ്ഞു. ദ്രൗപദിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതെന്ന് അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ അതും അമ്മയുടെ വാക്കിനെ മാനിച്ച് അവർ ദ്രൗപദി അങ്ങനെ 5 പേരുടെയും പാണ്ഡവരുടെ മുഴുവൻ ഭാര്യയായി നിലകൊണ്ടു. പാണ്ഡവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര വിളിപ്പിച്ചു, ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വിളിപ്പിച്ചു. അവിടെ യുധിഷ്ഠിരനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പോഴൊക്കെ ദുര്യോധനൻ്റെ മനസ്സിൽ അസൂയയും പകയും, അതിനെ തീ കൊളുത്താനായിട്ട് ശകുനിയും, അതുവരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട്, എന്നും ഹസ്തിനപുരത്തെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഭീഷ്മരും. ആ ഭീഷ്മരെയാണ് സർവ്വസൈന്യാധിപനായിട്ട് കൗരവസേന നിർത്തിയിരിക്കുന്നത് ദുര്യോധനൻ. ആ ഭീഷ്മരാൽ ഇത്രയും ബലവാനായ പരശുരാമ ശിഷ്യനായ ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം വളരെ വലുതാണെങ്കിലും ആ ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്ന പാണ്ഡവ സൈന്യത്തിൻ്റെ മുന്നിൽ പരിമിതമായ ആ സൈന്യത്തിൻ്റെ മുന്നിൽ ഇത് പര്യാപ്തമല്ല. നമ്മൾ പഠിച്ചു, വരുന്നത് വരട്ടെ, അതിനെ നല്ലപോലെ ഫേസ് ചെയ്യാം എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാം. ഏത് യുദ്ധത്തെയും ഏത് പ്രതിസന്ധികളെയും നമ്മൾ നേരിടുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലാ കഴിവുമുണ്ട്, അറിവുണ്ട്, എല്ലാ അറിവുകളും ഉണ്ട്. നമുക്ക് എതിരിടാനുള്ളത്
അതിനേക്കാൾ വലുതായി കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ അറിവുകളെ മാക്സിമം യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യുക. അപ്പം നമ്മുടെ ഉള്ളിലെ ആ ഭയം മാറ്റിവെക്കുക, നമ്മൾ ധീരതയോടുകൂടി മുന്നോട്ട് പോവുക. എന്നാലേ നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഒന്നുകൂടെ നമുക്ക് ശ്ലോകം നോക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം സ്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുക. നമ്മുടെ ജീവിതത്തിൽ ഗീത ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കി ഓരോ ശ്ലോകവും പഠിക്കുക.